വൈകുന്നേരം ആയപ്പോൾ കിഴങ്ങ് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്നൊരാഗ്രഹം. അങ്ങനെ അച്ഛനും മോളും കൂടി മുറിച്ചിടുന്നുണ്ട് കിഴങ്ങ്. ആദ്യം അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കല. അന്നേരമാണ് അച്ചാച്ചനൊരു സാധനവും കൊണ്ടുവന്ന്. അതാണിപ്പോൾ ഈ കയ്യിലിരിക്കുന്ന സാധനം. ഇതാണ് കലത്തപ്പം. യെസ്, കലത്തപ്പം തന്നെ. കലത്തപ്പമാണോ കിണ്ണത്തപ്പമാണോ കൺഫ്യൂഷനായല്ലോ. ശരി, എന്തെങ്കിലും ആട്ടെ, ഈ സാധനമാണ് കൊണ്ടുവന്നത്. ഇത് നമ്മളെല്ലാവരും കൂടി മുറിച്ച് ഓരോ കഷ്ണം എടുത്ത് അതിനുശേഷം കിഴങ്ങ് കഴുകി ഉപ്പിട്ട് വേവിച്ച് വെന്ത് കഴിഞ്ഞിപ്പോൾ ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് വീണ്ടും മിക്സാക്കുന്നു. ഇനി ഇതിലേക്കിടേണ്ട സാധനം, എടുത്ത സാധനം തേങ്ങയിട്ടു മിക്സാക്കി. അതിനുശേഷം വെളുത്തുള്ളി. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കണ്ട അവരവർ വൃത്തികേടാക്കിയ സാധനം അവരവർ തന്നെ ക്ലീൻ ചെയ്യുന്നു. എത്ര നല്ല കുട്ടി. വാവ്. അതിനുശേഷം ഇതിൽ താളിപ്പ് ചേർക്കണം. അതിന് വേണ്ടി നമ്മൾ വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഇത് രണ്ടും കൂടിയിട്ട് വറുത്തിടുക എന്നല്ല പറയുക. യെസ്, ഗ്യാസ് കത്തുന്നില്ല. യെസ്, അവസാനം ഗ്യാസ് കത്തി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം. യെസ്, കടുക് പൊട്ടി. ഇനി അതിൽ കുറച്ച് വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറാകുന്ന വരെ നമ്മളൊന്ന് മിക്സ് ചെയ്യണം. അത് കുറച്ച് നേരത്തെ വാട്ടിന് ശേഷം പെട്ടെന്ന് ബ്രൗൺ കളറായി കിട്ടും. ബ്രൗൺ കളറായതിന് ശേഷം നമ്മൾ ഇടേണ്ടത് കറിവേപ്പില ഇടുക. കുറേ നേരം ഒന്ന് വീണ്ടും ഒന്ന് മിക്സ് ആക്കുക. അതിന് ശേഷം നമ്മൾ ആ വറവെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ കിഴങ്ങിലേക്ക് ഇടുക. പിന്നെയൊന്നുമില്ല, സംഭവം കഴിഞ്ഞു. പിന്നെ ജസ്റ്റ് ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ സ്വാദിഷ്ടമായ കിഴങ്ങപ്പം റെഡിയായിരിക്കുകയാണ്. യെസ്, കണ്ടോ, ഇതാണ് ഫൈനൽ ലുക്ക്. നമ്മൾ അവസാനം ഇതെല്ലാം കൂടി മിക്സാക്കി വരുമ്പോൾ നല്ല സ്വാദിഷ്ടമായ കിഴങ്ങ് റെഡി ആയിട്ടുണ്ടാവും. ഗൈസ്, എങ്ങനെയുണ്ട് നമ്മളെ കിഴങ്ങ്? ഇഷ്ടപ്പെട്ട? കിഴങ്ങ് മിക്സ് ചെയ്യുന്ന തന്നെ കണ്ട.